ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനുള്ള ടൊമാറ്റോ ചട്നിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 കപ്പ് റാഗി, 1 കപ്പ് ഇഡ്ഡലി റൈസ്, 1 കപ്പ് ഉഴുന്ന്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇത് 5 മണിക്കൂർ കുതിർത്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 2 ബാച്ചായിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ, കൂടുതലില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു സെക്ഷനായിട്ടുണ്ട്. നമുക്ക് ഇതിന് അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബാച്ച് കഴിഞ്ഞു. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഗ്രൈൻഡറിലാണെങ്കിൽ നമുക്ക് ഇത് ഒറ്റ ഇതായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പം ജാറിനകത്ത് ഇത്രയല്ലേ കൊള്ളുള്ളൂ. ഇത് നമുക്ക് ഇഡ്ഡലിയായിട്ടും ദോശയായിട്ടും ഒക്കെ എടുക്കാം. ഒരു ദിവസം ഇഡ്ഡലി, പിറ്റേ ദിവസം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ദോശയായിട്ടും ഉണ്ടാക്കാം. അടുത്ത ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അടുത്ത സെക്ഷൻ ബാച്ച് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ കുറയാതെ, ഞാനിതിപ്പോൾ ഓവർനൈറ്റ് അങ്ങ് വയ്ക്കുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്യുക, അടച്ചവിടെ വയ്ക്കുക. അടുത്ത ദിവസം രാവിലെ നമുക്കിനി ഇതിന് ഉള്ള ഒരു ചട്നി തയ്യാറാക്കാം. ടൊമാറ്റോ ചട്നി, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചട്നി. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഉഴുന്നും കടലപ്പരിപ്പും ഓരോ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പച്ചവാസന മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്ലെയിം അല്പം കുറച്ച് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇനിയും എരിവിന് 2 മുളക്, ഞാൻ കുറച്ച് മുളക് ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 മുറി സവാള അരിഞ്ഞും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ആവണ്ട, ഒന്ന് കുറച്ചൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 തണ്ട് കരിവേപ്പില ചേർക്കാം. ചെറിയ ഒരു കഷ്ണം പുളി ചേർക്കാം. വെള്ളം ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഒരു സാമാന്യം വലിയൊരു തക്കാളി, ചെറുതാണെങ്കിൽ 2 ചേർക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ആ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല, നമ്മളെന്നും തേങ്ങയൊക്കെ
തന്നെയുള്ള ചട്നിയല്ലേ അരയ്ക്കാറുള്ളൂ. അപ്പോൾ ഈ ടൊമാറ്റോ ചട്നിക്ക് നന്നായിരിക്കും. പൂരിക്കൊക്കെ കൊള്ളാം ഇത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരും. അതിനുശേഷം അത് നന്നായിട്ട് ആറാൻ വയ്ക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്നി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അല്പം വെള്ളം കൂടെ ജാറിലൊഴിച്ച് അതിലേക്ക് ഒഴിക്കുക. ഒരുപാട് വെള്ളം അങ്ങനെ ആക്കണ്ട. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ചട്നി ആയിരിക്കും ഇത് നല്ലത്. ഇനി ഇതിന് കടുക് വറക്കണം. കരിവേപ്പില മുളക് കടുക് വറുത്ത് ചേർക്കുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അല്ലേ. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ കടുക് വറുക്കുന്ന പോലെ തന്നെ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഒരു തണ്ട് കരിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ടൊമാറ്റോ ചട്നി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇനി അടുത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഉണ്ടോ? എങ്ങനെയുണ്ടെന്ന് നോക്കി. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി നാളെ ദോശയ്ക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ലൂസാക്കിയിട്ട് ദോശ ഉണ്ടാക്കും. നല്ല മൊരിഞ്ഞ ദോശ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ കട്ടിയുള്ള സാധാരണ സെറ്റ് ദോശ പോലെയൊക്കെ ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കാം. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കോമ്പിനേഷൻ മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് എങ്ങനെ ഉണ്ടായതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ തട്ടുകൾ വെച്ച് കൊടുക്കാം. മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മളിതുപോലെ വയ്ക്കാവൂ. അല്ലെങ്കിൽ ഇഡ്ഡലി കുറച്ച് കട്ടിയായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. കണ്ടില്ല, നല്ല ഷേപ്പിലുള്ള ഇഡ്ഡലി നമുക്കിതുപോലെ തയ്യാറാക്കാം. നമുക്കിത് തന്നെ ഒരു പാത്രത്തിൽ ഇലയിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കിയ റാഗി ഇഡ്ഡലിയും അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു തക്കാളി ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്ന അഭിപ്രായമൊക്കെ ഇടുന്നുണ്ട്. കണ്ടതിൽ സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം.